ഹലോ! ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു പുരുഷനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു പുരുഷന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാലും അവനും ഈ ചോദ്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയോട് ചോദിക്കും. പക്ഷേ ഒരു പെൺകുട്ടി ഈ ചോദ്യങ്ങളൊക്കെ ഒരു പുരുഷനോട് ചോദിക്കണമെങ്കിൽ അവൾക്ക് ആ ഒരു പുരുഷനോട് അത്രമാത്രം ഇഷ്ടം തോന്നിയിരിക്കണം. വെറുതെ ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ്റെ പേരിലൊന്നും ഒരു പെൺകുട്ടികളും ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളൊന്നും ഒരു പുരുഷനോടും ചോദിക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് ചോദിക്കുകയാണ്, നിങ്ങൾ സിംഗിൾ ആണോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ എന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചോദിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും അവൾ ചോദിക്കുക, അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ഫ്രണ്ടിനോടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അത് അവൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. സ്ത്രീകൾ അവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോട് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി നിങ്ങൾ ആൺകുട്ടിയോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് എന്ന്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് ആകാൻ പോകുന്ന ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ എന്താണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക? നിങ്ങൾക്കിപ്പം നാടനാണോ, അല്ലെങ്കിൽ മോഡേൺ പെൺകുട്ടി, അല്ലെങ്കിൽ മുടിയൊക്കെ നല്ല ഇറക്കത്തിലുള്ളത് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്താണോ, അല്ലെങ്കിൽ ഇരുനിറം, ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയാണോ അവൾ എന്നറിയണം. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന്. പൊതുവെ ഗേൾസൊക്കെ അങ്ങനെ അധികം ബോയ്സിനോടൊന്നും മിണ്ടുന്നവരല്ല. അഥവാ മിണ്ടിയാൽ തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരടുപ്പം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒക്കെ തോന്നിയൊരു പുരുഷനോട് മാത്രമാണ് ഗേൾസ് സംസാരിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു പുരുഷനെ കാണുമ്പോൾ ഓടിപ്പോയിട്ട് ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്നൊന്നും അവരാരോടും ചോദിക്കത്തില്ല. ഒരു പെൺകുട്ടി രാവിലെ തന്നെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മുടിയൊക്കെ കെട്ടി നല്ല കമ്മൽ, അതായത് ഇത്രയും നാളും മേക്കപ്പ് ഒന്നും ഇല്ലാതെ നടന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നു, നന്നായിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. നിങ്ങളോട് മാത്രമായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്നെ കാണാൻ കൊള്ളാമോ, എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് അവൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോട് മാത്രമായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഓടി വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അവൾ മാനസികമായിട്ട് നിങ്ങളോട് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പെൺകുട്ടി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങളുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണ്, നല്ല സ്ട്രിക്റ്റ് ആണോ അതോ നല്ല ഫ്രണ്ട്ലി ആണോ? ആദ്യമേ കേൾക്കുമ്പോൾ കുറച്ചൊരു കൗതുകമൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ ഒരു പെൺകുട്ടി ഈ കാര്യം വന്ന് നിങ്ങളോട് ചോദിക്കുന്നത് വേറെ ഒന്നിനുമല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു, എന്നിട്ട് നിങ്ങൾ കല്യാണമൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആ ഒരു പെൺകുട്ടീനെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അവളെ അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ
ഈ ഒരു കാര്യം അവൾക്ക് അറിയണം, അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി മാത്രമാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അവൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ പേരൻസിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം അവൾക്ക് അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ 4th പോയിന്റ്. ഇനി 5th പോയിന്റ് എന്താണെന്ന് നോക്കാം. 5ാമതായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. നമുക്കറിയാം ഗേൾസിന് അത്യാവശ്യം നല്ല ഈഗോയൊക്കെ ഉള്ളവരാണ്. അവരധികം അങ്ങനെ ബോയ്സിനോടൊന്നും സംസാരിക്കുന്നവരല്ല. കുറച്ചൊക്കെ ജാടിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുക. എന്നാൽ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അതായത് അവൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരിക്കും. എന്നാൽ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നത് വേറെ ഒന്നിനുമല്ല, അത്രയും നേരമെങ്കിലും നിങ്ങളെ അവരുടെ അടുത്ത് കിട്ടുമല്ലോ, അവർക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുഞ്ഞു കാര്യം, അത് ആ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം നിങ്ങളോട് ഹെൽപ്പായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾ സിംഗിളാണോ, ആ ഒരു പെൺകുട്ടിനെ കാണാൻ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഫാമിലീൻ്റെ കാര്യം, ഹെൽപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.